ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനിപ്പോൾ ഉള്ളത് വയനാട്ടിലാണ്. വയനാട്ടിൽ മേപ്പാടി ചൂരൽമലയുള്ള ഒരു റിസോർട്ടിലാണ്. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്, നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത് ഈ റിസോർട്ടിനെ കംപ്ലീറ്റ് ഡീറ്റെയിൽഡ് റിവ്യൂ ആണ്. ഭയങ്കര സീനിക് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറിലാണ് ഈ റിസോർട്ട് സ്ഥിതി ചെയ്യുന്നത്. ഇതിൻ്റെ പേര് വരുന്നത് മൗണ്ടൈൻ വ്യൂ റിസോർട്ട് എന്നാണ്. അപ്പോൾ ഈ റിസോർട്ടിൽ ഞാൻ നല്ല താമസിച്ചിരുന്നു, അതുകൊണ്ട് എക്സ്പീരിയൻസ്ഡ് റിവ്യൂ ആണ് കേട്ടോ. അപ്പം നമുക്ക് ഉള്ളിൽ കയറി ഇതിൻ്റെ ബാക്കി വിശേഷങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ നമ്മളിതാ റെസ്റ്റോറൻറ്റ് ഉള്ളിലോട്ട് ഇറങ്ങാൻ പോകട്ടോ. അപ്പോൾ കയറി വരുമ്പോൾ തന്നെ ഒരു സ്റ്റെപ്പ് ഇറങ്ങി താഴോട്ടേ പോകണം. ഈ കാണുന്നത് റോഡാണ്, ഇത് ചൂരൽമലൻ്റെ മുകളിൽ പോകുന്ന റോഡാണ്. അപ്പോൾ ഈ ഒരു റോഡ് സൈഡ് തന്നെയാണ് റിസോർട്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ട്രാവലർ പോലുള്ള വലിയ വണ്ടികൾ നമുക്കിവിടെ പാർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇന്നലെ വന്നത് 17 സീറ്റ് ട്രാവലറാണ്. അപ്പോൾ ഏകദേശം 26 സീറ്റ് ട്രാവലർ വരെ ഇവിടെ വെക്കാൻ പറ്റിയിട്ടുണ്ടെന്നാണ് ഇവിടുത്തെ നമ്മുടെ കെയർ ടേക്കറും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ പോയി നോക്കാം. പുള്ളി താഴെ ബ്രോ. ഹായ് ബ്രോ. ബ്രോ ഹായ്. ഓക്കെ. അപ്പോൾ ഇതാണ് ഈ റിസോർട്ടിൻ്റെ എന്താണ് കെയർ ടേക്കറാണോ? മാനേജറാണ്. ഓക്കെ. എൻ്റെ പേരെന്തായിരുന്നു? കണ്ണൻ എന്നാണ് മാനേജർ പേര്. ഓക്കെ. അപ്പോൾ ബാക്കി നമുക്ക് റൂമൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കല്ലേ? ഞങ്ങൾ ഇന്നലെ ആക്ച്വലി ഞാൻ ഇന്നലെ താമസിച്ചാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഗ്രൂപ്പിനെയും കൊണ്ടുവന്നതാണ്. അപ്പോൾ റൂമൊക്കെ ലേശം കുറച്ച് മോശമായി കിടക്കായിരിക്കും, പക്ഷെ നല്ല നീറ്റ് റൂമാണ് കേട്ടോ. അപ്പോൾ എന്നാലും ആ കണ്ടീഷൻ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഈ കാണുന്നത് ഇവിടുത്തെ ഒരു ലിവിങ് ഏരിയ എന്ന് വേണം വിളിക്കാം. നമുക്ക് ഇവിടെ അത്യാവശ്യം ഇരുന്ന് സംസാരിക്കാനുള്ള ഒരു ചെറിയൊരു സെറ്റപ്പും കാര്യങ്ങളും TV കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ചെറിയ രീതിക്ക് ഭക്ഷണം നമുക്ക് കഴിക്കാനുള്ള ഒരു സെറ്റപ്പും, അതേപോലെ തന്നെ ഒരു മിനി കിച്ചൺ എന്ന് വിളിക്കാൻ പറ്റില്ല, ഒരു ചായക്കെട്ട് കുടിക്കാം, ഒരു ചെറിയൊരു ലിവിങ് സ്പേസ് അല്ലേ? ഓക്കെ. ഈ ഒരു പോർഷനിൽ 3 ഫാമിലിയാണ് ഉണ്ടാവുക. ഈ ഒരു പോർഷനിൽ 3 ഫാമിലീസിനാണ് നമ്മൾ അക്കോമഡേഷൻ ചെയ്യുന്നത്. ഇതൊരു റൂം മേലൊരു റൂം. ഇവിടെ അവർക്ക് മൊത്തത്തിൽ വരുന്നത് 5 റൂമുകളാണ്. ടോട്ടൽ 5 റൂമാണ്. മൊത്തം 5 റൂമാണ് വരുന്നത്. അതിൽ ഗ്രൗണ്ട് ഫ്ലോറിൽ 2 റൂമുണ്ട്. ഗ്രൗണ്ട് ഫ്ലോറിൽ 2 റൂമല്ലേ? ഗ്രൗണ്ട് ഫ്ലോറിൽ 2 റൂം. ഈ ഒരു പോർഷനിൽ 3 ബെഡ്റൂം. നമുക്ക് ടോട്ടൽ അക്കോമഡേഷൻ കപ്പാസിറ്റി 30 പീപ്പിൾ ആണ്. 30 ആൾ വരെ കപ്പാസിറ്റി ഉണ്ട്. റൂംസ് ഒക്കെ അത്യാവശ്യം വലിയ സ്പേസ് ആയതുകൊണ്ട് എക്സ്ട്രാ ബെഡ് നമുക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇന്നലെ നിങ്ങൾ ഗ്രൂപ്പിനെ കൊണ്ട് വന്നപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, ഇതൊക്കെ എക്സ്ട്രാ ബെഡും കാര്യങ്ങളും. അപ്പോൾ പേഴ്സണലി മൈ എക്സ്പീരിയൻസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഇന്നലെ വന്നത് ഏകദേശം ഒരു 13 ഗസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ 3 ഡ്രൈവറും അതേപോലെ തന്നെ എൻ്റെ സ്റ്റാഫൊക്കെ അടങ്ങുന്ന ഒരു 3 ടീം വരെ, അങ്ങനെ മൊത്തം 16 പേരാണ് ടോട്ടൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ 16 പേർക്ക് ഏകദേശം 5 റൂം ധാരാളമായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് സ്റ്റേ ചെയ്ത്. അപ്പോൾ ഓരോ റൂമും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടൊന്നും പറയാമല്ലോ, വളരെ നീറ്റാണ്. ഇവർ വന്നത് ഫ്രഷ് റിസോർട്ടാണ്. അതായത് ഈ വർഷമാണെന്ന് തോന്നുന്നില്ല നിങ്ങൾ കഴിഞ്ഞ വർഷമാണ് ഇവർ ലോഞ്ച് ചെയ്തത്. അതുകൊണ്ട് തന്നെ റൂമിൻ്റെ ഒക്കെ ആ ഒരു നീറ്റ്നസ് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ വാചകടിച്ച് തമർത്തി കാണിച്ചിരുന്നില്ല. നമുക്ക് റൂംസ് ഓരോന്നായിട്ട് നേരിട്ട് പോയി കാണാം. ഓക്കെ. ഇത് നമ്മൾ ഇന്നലെ യൂസ് ചെയ്തതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. അത്യാവശ്യം ഒരു ബെഡ് സ്പേസ്, അലമാര ഉണ്ട്, പിന്നെ അത്യാവശ്യം ആംബിയൻസ് വ്യൂ ഉണ്ട്. അപ്പോൾ ഇവിടെ ഇന്നലെ എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ട ഈ ഒരു സംഭവം കേട്ടോ. ഓരോ റൂമിനും പ്രത്യേകം ബാൽക്കണി വരുന്നുണ്ട്. നമുക്ക് ആ ബാൽക്കണി കാണിച്ചു തരാം. നമ്മൾ ഇവിടുന്ന് കാണുമ്പോഴുള്ള വ്യൂ എന്ന് പറയുന്നത് ദൂരെയായിട്ട് കണ്ടല്ലേ, നല്ല തേയിലത്തോട്ടങ്ങളാണ് കാണാൻ പറ്റുന്നത്. തേയിലത്തോട്ടത്തിന് ഒരു കുന്നിൻ്റെ മുകളിലാണ് ഈ റിസോർട്ട് കിടക്കുന്നത് തന്നെ. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റുന്ന അട്ടമല ഭാഗമാണ് കാണാൻ പറ്റുന്നത്. അട്ടമല ഭാഗം അവിടെ നിന്ന് കാണുന്നത് മുണ്ടക്കൈ ഭാഗമാണ്. പിന്നെ ആ ഷാർപ്പ് കാണുന്നത് അമ്പലവയൽ എടക്കൽ കേവ് ഭാഗമാണ്. പിന്നെ ഇവിടുന്ന് കാണുന്നത് കൽപ്പറ്റ ഭാഗമാണ് അവിടുന്ന് കാണുന്നത്. എല്ലാം അത്യാവശ്യം ഒരു ഹിൽ ടോപ്പ് ആയതുകൊണ്ട് അത്യാവശ്യം നമുക്ക് ഏരിയ അറിയാൻ പറ്റും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് കൽപ്പറ്റ വശത്തുള്ള മണിക്കുന്നുമലേന്റെ മലയാണ് ആ കാണുന്നത്. എടക്കൽ കേവിന്റെ ഫാൻറ്റം റോക്കിന്റെ ഒരു ഭാഗമാണ് ആ കാണുന്നത്. അട്ടമലന്റെ ഒരു ഭാഗമാണ് ഈ കാണുന്നത്. അത് കാരണം നമുക്ക് കറക്റ്റായിട്ട് ഇതിപ്പോ ഹ്യൂമിഡിറ്റി കൂടിയതുകൊണ്ടാണ് ശരിക്കും കാണാൻ പറ്റാത്തത്. ഇന്നലെ നൈറ്റ് ഒക്കെ നിങ്ങൾ വന്നപ്പോൾ അത്യാവശ്യം ഉണ്ടായിരുന്നല്ലോ, ഈവനിങ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു റൂമാണ് നമ്മളിപ്പോൾ കഴിഞ്ഞിട്ടുള്ളത്. ഇനിയിപ്പോൾ അടുത്ത റൂമുണ്ട്. ഓരോ നമ്പറും B2 B1 ഒക്കെ നമ്പർ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് സെക്കൻഡ് റൂം എന്ന് പറയുന്നത്. ഇതും ആ ഒരു റൂമിൻ്റെ സെയിം പോർഷനിൽ തന്നെയാണ് കിടക്കുന്നത്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് റൂമാണിത്. സെയിം കൺസ്ട്രക്ഷൻ, സെയിം ഇൻറ്റീരിയർ ഒക്കെയാണുള്ളത്. ഇവിടെ ഇതുപോലെ തന്നെ വ്യൂവും കാര്യങ്ങളൊക്കെ സെയിം ആണ്. ശരിക്കും പറയുകയാണെങ്കിൽ ഈ ഒരു റിസോർട്ടിലെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട റൂമാട്ടോ അത്. ഞാൻ കാണിച്ചു തരാം. ആണോ, ഒരു എന്താ പറയുക, ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ നിർമ്മിച്ചിരിക്കുന്ന അത്യാവശ്യം വുഡൻ ഫിനിഷിംഗ് ഒക്കെ ചെയ്തിട്ടുള്ള ഒരു കിടിലൻ റൂമാണിത്. ഇത് പേഴ്സണലി നമുക്ക് കപ്പിൾസിനില്ല, ഹണിമൂൺ ആണ് ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്. ഈ റൂം AC ആണ്. ഓക്കെ. ഈ റൂം AC ആണ് നമ്മൾ കൊടുക്കുന്നത്.
അപ്പോൾ ഞാനിപ്പോൾ താഴത്ത് എത്തിയിട്ടുണ്ട്. അതായത് അത് ടോട്ടൽ 3 ഫ്ലോറായിട്ടാണ് ഇവർ ബിൽഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഏറ്റവും മുകളിൽ നിന്ന് താഴോട്ട് ഇറങ്ങുന്ന തരത്തിലാണ് ഇതിൻ്റെ ഒരു കൺസ്ട്രക്ഷൻ കിടക്കുന്നത്. അപ്പോൾ ഏറ്റവും മുകളിലത്തെ റൂം കാണിച്ചു ഇപ്പോൾ നേരെ താഴെയുള്ള റൂമാണ്. ഇവിടെ 2 റൂമുകളുണ്ട്. അപ്പോൾ അതിൽ ആദ്യത്തെ റൂമാണ് ഈ കാണുന്നത്. ഇവിടെ ഇതേപോലെ തന്നെ എന്താ പറയുക, നമുക്ക് ഉള്ളിൽ ബെഡ് സ്പേസ് കാര്യങ്ങളും വരുന്നുണ്ട്. പിന്നെ ഞാനിപ്പോൾ നിൽക്കുന്നുണ്ടല്ലേ, ബാൽക്കണിയാണ് ഇത്, ഇവിടുത്തെ ബാൽക്കണിയാണ്. അപ്പോൾ മുകളിൽ അത്ര വ്യൂ ഇല്ലെങ്കിലും ഇതും അത്യാവശ്യം നല്ല വ്യൂ തരുന്നൊരു ബാൽക്കണിയാണ് ഇതിനുള്ളത്. ഇനി ഇതിൻ്റെ റൂം കാണിച്ചിടാം. ഇതാണ് ഇവിടുത്തെ ഈ ഒരു റൂം വരുന്നത്. ഇതും അത്യാവശ്യം നല്ല ഭംഗിയുള്ള റൂമാണ്. അത്യാവശ്യം ഇൻറ്റീരിയർ വർക്കൊക്കെ സൂപ്പറാണ്. ഒരു ലക്ഷറി, ഫുൾ ലക്ഷറി എന്ന് വിളിക്കാൻ പറ്റില്ല, ഒരു സെമി ലക്ഷറി സെറ്റപ്പിലുള്ള റൂമാണ്. ബാത്റൂം നോക്കുകയാണെങ്കിൽ ബാത്റൂം വളരെ നല്ല നീറ്റായിട്ടുള്ള ബാത്റൂം കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അപ്പോൾ ഇതാണ് ബാത്റൂമിൻ്റെ ഒരു ഉൾഭാഗം എന്ന് പറയുന്നത്. വളരെ നീറ്റാണ്. അപ്പോൾ മോശമൊന്നും പറയാനില്ല കേട്ടോ. അപ്പോൾ ഇതേ പാറ്റേണിലുള്ള 2 റൂമുകളാണ് ഇവിടെ ഉള്ളത്. താഴത്തെ ഫ്ലോറിൽ 2 റൂമുകൾ ഇതേ പാറ്റേണിൽ ഉണ്ട്. അപ്പോൾ ഈ ഒരു റൂമിൽ നമുക്ക് ഒരു ഗ്രൂപ്പിലുള്ള 3 പേർക്ക് ഷെയർ ചെയ്യാൻ പറ്റും. അപ്പോൾ 2 റൂമിൽ നമുക്ക് 6 പേർക്ക് ഷെയർ ചെയ്യാം. അത് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ എക്സ്ട്രാ ബെഡൊക്കെ ഇട്ടിട്ട് ഒരു 5 6 പേർക്കൊക്കെ ഇവിടെ ഷെയർ ചെയ്യാൻ പറ്റും. അത്ര സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ ഒരു ചെറിയൊരു എന്താ പറയുക, ഒരു ലിവിങ് സ്പേസ് വരുന്നുണ്ട്. ഈ റൂമിന് തൊട്ടടുത്ത് തന്നെ ഒരു ലിവിങ് സ്പേസ് വരുന്നുണ്ട്. ഇവിടെ വെച്ച് നമുക്ക് അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊക്കെ എന്താ പറയുക, നമുക്ക് വർത്തമാനം പറഞ്ഞിരിക്കാനും അതേപോലെ തന്നെ തമാശകൾ കളിക്കാനൊക്കെ ഉള്ള സ്ഥലം സൗകര്യങ്ങളും അത്യാവശ്യം ഡ്രിങ്കിങ് പരിപാടിയൊക്കെ ഇവിടെ നടക്കും. ഇതൊരു പ്രൈവറ്റ് റിസോർട്ടാണ്. അതായത് ഒരുപാട് റൂമുകളൊന്നുമില്ല, ആകെ 5 റൂം മാത്രമേ വരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ വളരെ വലിയൊരു പൂളൊന്നുമില്ല, പക്ഷേ വളരെ വൃത്തിയുള്ള നീറ്റായിട്ടുള്ള ഒരു ചെറിയൊരു പൂളാണ്. അത്യാവശ്യം ആളുകൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ പൂളിൽ കാണുമ്പോൾ പൂളിൽ പോകാൻ നമുക്ക് ഇവിടെ സൈഡിൽ ഡോർ ഉണ്ടാകും ഓരോ റൂമിൻ്റെയും. ആ ഡോർ തുറന്നതിന് ശേഷം പുറത്തേ പോയി കഴിഞ്ഞാൽ ഇതേമാതിരി സ്റ്റെപ്പുകൾ കാണാം. ഇത് ഞാൻ നേരത്തെ കാണിച്ച മുകളിലത്തെ റൂമിൻ്റെ വരുന്ന സ്റ്റെപ്പാട്ടോ. അപ്പോൾ അതിങ്ങനെ താഴത്തോടെ പോകുന്നുണ്ടാവും. അതിറങ്ങി താഴോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് പൂളിലേക്ക് എത്താൻ വേണ്ടി സാധിക്കും. ഏറ്റവും താഴത്താണ് പൂള് കിടക്കുന്നത്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ പൂളെന്ന് പറയുന്നത്. പൂളിപ്പോൾ എല്ലാ പൂളിലൊക്കെ ഉള്ള പോലെ തന്നെ നമുക്ക് 2 സെക്ഷനായിട്ടുള്ളത്. ഈ കാണുന്നത് കുട്ടികൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ചെറിയ ഹൈറ്റ് കുറഞ്ഞ പൂളും, അതേപോലെ തന്നെ ഈ കാണുന്നത് വലിയ ആളുകൾക്ക് അഡൽസിന് യൂസ് ചെയ്യാൻ പറ്റുന്ന ഹൈറ്റ് കൂടിയ പൂളും. അത് തന്നെ എല്ലാ പൂളും ഉള്ള പോലെ തന്നെ സ്ലോപ്പ് ആയിട്ടാണ് പോകുക. പക്ഷേ ഈ ഭാഗത്തായിട്ട് അത്യാവശ്യം ആഴം കുറവായിരിക്കും. അവിടെ പോകുന്നതിനനുസരിച്ച് ആഴം കൂടും. ആ ടെൻറ്റിലേക്ക് എത്തുന്നതനുസരിച്ച് ആഴം കുറച്ച് കൂടുതലുണ്ടാവും. അതായത് നമ്മുടെ കഴുത്തോളം വെള്ളം ഉണ്ടാവും. ഇവിടെ എത്തുന്നതിനനുസരിച്ച് അത് കുറഞ്ഞു വരും. ഇത് ഫിൽട്രേഷൻ ചെയ്യുന്ന ഓരോ ഗസ്റ്റ് പോയി കഴിയുമ്പോഴും ഇവരിത് ഫിൽട്ടർ ചെയ്ത് മാറ്റുന്നതാണ് വെള്ളം. അപ്പോൾ വളരെ ക്ലിയറാണ് വെള്ളം. ഒന്ന് കാണിച്ചു തരാം. ഇതാണ് ഇവിടുത്തെ വെള്ളത്തിൻ്റെ സ്ഥിതി എന്ന് പറയുന്നത്. പിന്നെ എന്ന് പറയുകയാണെങ്കിൽ ഇവിടുത്തെ ആക്ടിവിറ്റീസ് ഒരുപാട് ആക്ടിവിറ്റീസ് ഒന്നുമില്ല, പക്ഷേ ക്യാമ്പ് ഫയർ ഇടാൻ പറ്റുന്ന ഒരു സ്പേസാണിത്. അപ്പോൾ ക്യാമ്പ് ഫയറിൻ്റെ കാര്യങ്ങളാണ് കാണുന്നത്. തീരും. അപ്പോൾ അതേപോലെ ഇവിടുത്തെ മ്യൂസിക് സിസ്റ്റം വളരെ ചെറിയൊരു മ്യൂസിക് സിസ്റ്റം ഉണ്ട്, പക്ഷേ കുഴപ്പമില്ല, അത്യാവശ്യം നല്ലൊരു മ്യൂസിക് സിസ്റ്റം തന്നെയാണ്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ നമ്മുടെ ട്രോളി ടൈപ്പ് മ്യൂസിക് സിസ്റ്റം ഉണ്ട്. അതും അതേപോലെ തന്നെ ലേസർ ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ രാത്രിത്തെ വിഷ്വൽസ് ഞാൻ കുറച്ച് ഇതിനകത്ത് ആഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നമുക്ക് അത്യാവശ്യം ഒരു മിനി DJ സെറ്റപ്പിൽ ഇവിടെ ക്യാമ്പ് ഫയർ എൻജോയ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയാണ് ഈ ഒരു പ്രൈവറ്റ് റിസോർട്ടിൻ്റെ മെയിനായിട്ടുള്ള എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ റേറ്റും കാര്യങ്ങളാണുള്ളത്. അപ്പോൾ റേറ്റും കാര്യങ്ങളും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇവിടുത്തെ മാനേജറോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. അപ്പോൾ ഞാൻ പറയാൻ വിട്ടുപോയൊരു കാര്യമുണ്ട്. ഇവിടെ നമുക്കൊരു മജ്ലിസ് ഉണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല രീതിക്ക് റിലാക്സ് ചെയ്യാൻ പറ്റുന്ന ഒരു മജ്ലിസ് നമ്മുടെ ഈ ഒരു ക്യാമ്പ് ഫയർ സെറ്റ് ചെയ്യുന്ന ഏരിയയുടെ തൊട്ട് മുകളിൽ തന്നെയായിട്ടാണ്. അത്യാവശ്യം ഇവിടെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് വന്നിട്ട് നമുക്ക് വളരെ കൂളായിട്ട് റിലാക്സ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് എന്നോട് പറയാൻ വിട്ടുപോയതാണ്. അപ്പോൾ ഇതും കൂടെ ഉണ്ട്. ഓക്കെ, നിങ്ങൾ മൈൻഡിൽ വെച്ചേക്കാം. നമുക്ക് അത്യാവശ്യം എന്താ പറയുക, കുറച്ച് ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ ഈ ഒരു റിസോർട്ടിൽ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. വളരെ കാമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ്. നമുക്ക് ഒരു ദിവസം അടിച്ചു പൊളിക്കാൻ ഇത് ധാരാളമാണ്. ഓക്കെ, അപ്പോൾ ഇനി നിങ്ങൾക്ക് അറിയേണ്ടത് ഇവിടുത്തെ റേറ്റ് കാര്യങ്ങളാണ്. റിസോർട്ട് എങ്ങനെയാണ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ അത് വ്യക്തമായിട്ട് പറയാൻ ഇവിടുത്തെ മാനേജർ തന്നെ നമുക്ക് വിളിക്കാം. അപ്പോൾ കണ്ണടാ ബരി പറയൂ ബ്രോ. അപ്പോൾ ഞാനത് പറഞ്ഞ് ചളാക്കണ്ട. നിങ്ങൾ കറക്റ്റായിട്ട് നിങ്ങളുടെ പാക്കേജ് കാര്യങ്ങൾ എങ്ങനെയാണ് കൊടുക്കുന്നത്, ഇൻഡിവിജ്വൽ റൂമായിട്ടാണോ അല്ലെങ്കിൽ പെർ പേഴ്സൺ ആണോ, എങ്ങനെയാണ് നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത്, അത് ഡീറ്റെയിൽ ഒന്ന് പറഞ്ഞു കൊടുത്താൽ. നമ്മൾ ചെക്ക് ഇൻ ടൈം വരുന്നത് 2 മണി, ചെക്കൗട്ട് ടൈം വരുന്നത് 11 o'clock ആണ്. മാക്സിമം 11:30 വരെ നമുക്ക് അഡ്ജസ്റ്റബിൾ ആണ്. അപ്പോൾ പിന്നെ നമുക്ക് റൈറ്റ് എന്ന് പറയുന്ന നമുക്ക് പെർ റൂം റേറ്റ് വരുന്നത് 4,500 ആണ്, ഇൻക്ലൂഡിങ് ബ്രേക്ക്ഫാസ്റ്റ്. CP പ്ലാനിലാണ് നമ്മൾ ചെയ്യുന്നത്. MAP പ്ലാൻ ആകുമ്പോൾ ഡിന്നർ ഇൻക്ലൂഡഡ് ആകുമ്പോൾ ഡിന്നർ അടക്കം. അപ്പൊ അതാവുമ്പോൾ നമ്മൾ അഡീഷണൽ ഡിന്നറിന്റെ ചാർജ് അഡീഷണൽ. അത് ഓൺ ഡിമാൻഡ് ഫുഡ് ഉണ്ട്.
നിങ്ങൾ വന്നിട്ട് നമുക്ക് ഓൺ ഡിമാൻഡ് ഫുഡ് പറയുകയാണെങ്കിൽ നമുക്ക് മാക്സിമം നിങ്ങൾ 2 മണിക്ക് ചെക്ക് ഇൻ ചെയ്യുമ്പോൾ തന്നെ പറയണം ഈവനിങ് ഇന്ന മാതിരി ഫുഡ് വേണം എന്ന് പറഞ്ഞാൽ നമ്മളത് പ്രിപ്പയർ ചെയ്ത് കൊടുക്കും. അങ്ങനെയാണ് ഉള്ളത്. പിന്നെ അപ്പോൾ ഞാനൊരു കാര്യം ചോദിക്കാം, അതായത് ഇപ്പം നമ്മളിപ്പോൾ പെർ റൂം എന്നൊക്കെ പറയുമ്പോൾ അധികം ആളുകളും മനസ്സിലാവില്ല. ഇപ്പം നോർമലായിട്ട് ഇത്ര ഒരു പെർ ഹെഡ് ഇത്ര എന്ന് പറഞ്ഞാണ് അധികം റിസോർട്ടുകൾ നമുക്ക് വയനാട്ടിലാണെങ്കിലും മൂന്നാറിലാണെങ്കിലും ചാർജ് ചെയ്യുക. പെർ ഹെഡ് എത്രയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അതായത് അതിന്റെ ഒരു ബേസിക് കാര്യം ഞാൻ പറഞ്ഞുതരാം. നമ്മൾ പെർ റൂം എന്ന് പറയാൻ കാരണം ഇപ്പം നിങ്ങളും നിങ്ങളെ വൈഫും ഒരു 5 വയസ്സിന്റെ താഴെയുള്ള ഒരു കൊച്ചു ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു റൂം വേണം. ആ ഒരു റൂം ചാർജ് ആണ് അതാണ് അതിന്റെ കണക്ക്. ആ ഒരു റൂം ചാർജ് ആണ് 4500 വരുന്നത്. നമ്മൾ ഒരു ഗ്രൂപ്പായിട്ട് വരുമ്പോൾ നമുക്ക് അതിൽ കുറച്ചും കൂടി അഡ്ജസ്റ്റബിൾ ആവും. കാരണം നിങ്ങൾ ചിലപ്പോൾ ഒരു റൂമിൽ 5 ഷെയറിംഗ് ആയിരിക്കും, ചിലപ്പോൾ 4 ഷെയറിംഗ് ആയിരിക്കും. അപ്പൊ ഒന്നും കൂടി നമുക്ക് റൈറ്റ് നെഗോഷ്യബിൾ ആവും. നമുക്ക് ഇപ്പം ഒരാൾക്ക് ഇത് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു ഗ്രൂപ്പ് ഒക്കെ ആയിട്ട് വരികയാണെങ്കിൽ അവർക്ക് ആദ്യം അറിയേണ്ട ഒരാൾക്ക് എത്ര വേണ്ടി വരുന്നുള്ളത്. അല്ല, ഇതിപ്പോ ഞാൻ പറഞ്ഞുതരാം. മാക്സിമം നമുക്കൊരു 15 പേരെ മേലോട്ടുള്ള ഒരു ഗ്രൂപ്പ് ആണെങ്കിൽ നമുക്ക് പെർ ഹെഡ് ഒരു MAP പ്ലാൻ മീൻസ് ഡിന്നർ അടക്കം ഡിന്നറും ബ്രേക്ക്ഫാസ്റ്റും ക്യാമ്പ് ഫയറും മ്യൂസിക്കും കൊടുക്കാം. മ്യൂസിക് ടൈം മാക്സിമം 10 മണി വരെ ഉള്ളൂ. അതടക്കം നമുക്ക് പെർ ഹെഡ് ഒരു 1600 രൂപയ്ക്ക് നമുക്ക് കൊടുക്കാൻ പറ്റും. പെർ ഹെഡ് 1600 രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും. അതിൽ നമുക്ക് ഡിന്നർ ഒരു പിന്നെ എന്താ പറയാ, അവര് ഓൺ ഡിമാൻഡ് ചെയ്യുന്ന ഫുഡ് ഉണ്ടാവില്ല, നമ്മളതായിട്ടുള്ള ഒരു ഫുഡ് ഉണ്ടാവും. അത് നമ്മൾ കൊടുക്കും. ഇപ്പോൾ ആക്ച്വലി പറയുകയാണെങ്കിൽ ഇപ്പൊ ഗീ റൈസ്, ചിക്കൻ കറി, ചപ്പാത്തി, വെജ് കുറുമ, അതൊക്കെയാണ് നമ്മളെ ഇപ്പൊ മാനുവലായിട്ട് പാക്കേജിൽ ചെയ്യുന്നത്. ഇനിയിപ്പോ അവർക്ക് അഡീഷണൽ എന്തെങ്കിലും ഗ്രില്ലൊക്കെ ചെയ്യാം, അതിനുള്ള ഫെസിലിറ്റീസ് ഉണ്ട്. അതിന് എക്സ്ട്രാ ഇനിയിപ്പോ നിങ്ങൾ വന്ന് നിങ്ങൾക്ക് ചെയ്യണമെങ്കിൽ ചെയ്യാം, നമ്മൾ ചെയ്ത് തരുന്ന മാതിരി ആണെങ്കിൽ അങ്ങനെയും ചെയ്യാം. അതൊക്കെ യുവർ ചോയ്സ് ആണ്, നമുക്ക് പ്രോബ്ലം ഇല്ല. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഇതാണ് റേറ്റിന്റെ ഒരു മിനി സംഭവം എന്ന് പറയുന്നത്. അതെ അതെ. അപ്പോൾ വെച്ച് നോക്കുന്ന സമയത്ത് മൊത്തത്തിൽ കോമൺ ആയിട്ടുള്ള ഒരു റേറ്റ് തന്നെയാണ്. ഇവർ അധികം കൂടുതലൊന്നും വാങ്ങിക്കുന്നില്ല, എന്നാലോട്ട് കുറവുമല്ല. അപ്പോൾ രണ്ടിൻ്റെ ഇടയ്ക്കുള്ള റേറ്റാണ്. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് നിങ്ങളിവിടെ നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങൾ നോക്കുക, വിളിക്കുക, ഡീറ്റെയിൽസും ഫോട്ടോസൊക്കെ കൂടുതലായിട്ട് ഇവർ അയച്ചു തരും. അതൊക്കെ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം വന്നാൽ മതി. ഇതൊരിക്കലും ഒരു പെയ്ഡ് പ്രൊമോഷൻ അല്ല, ഞാൻ ആദ്യമേ പറയാണ്. സോ ഇതൊക്കെയാണ് ഈ റിസോർട്ടിൻ്റെ വിശേഷങ്ങളും മറ്റുമെന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ തൽക്കാലം ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. നമുക്ക് ഒരു പുതിയൊരു കണ്ടൻറ്റുമായിട്ട് പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം. ഇറ്റ്സ് മീ ശ്യാം വിശ്വാസ് സൈനിങ് ഓഫ്.